ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടറാവണം. കൊച്ചു പിള്ളേരൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനും പറയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഞാൻ പുഷ്പഗിരിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടത്. ഞാൻ ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം നന്ദി പറഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തില്ല. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സാധിക്കത്തില്ല. I can do all things through Christ who strengthens me. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു വന്നപ്പോൾ തൊട്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടിട്ടില്ല. എനിക്ക് ചിന്തിച്ചതിൽ നനച്ചതിൽ അത്യന്തം വരെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എൻ്റെ യേശു നൂല് കെട്ടി ഇറക്കി തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ എൻ്റെ യേശു എൻ്റെ മുന്നേ ഇറങ്ങി വന്നു. ഇപ്പോൾ പഠിക്കാനാണെങ്കിൽ തന്നെ എൻ്റെ യേശു പരിശുദ്ധാത്മാവ് ഒപ്പം ഇരുന്ന് എന്നെ പഠിപ്പിക്കുന്നു. എനിക്കെല്ലാം എൻ്റെ യേശു എനിക്ക് മനസ്സിലാക്കി. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അവൻ മതിയായവനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യം അതാണ്. ഞാനിന്ന് ജീവിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ. പക്ഷേ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ദുബായിലാണ്. എൻ്റെ പേരൻസും ഇപ്പോഴും അവിടെയാണ് ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് വരുന്നതിന് മുമ്പത്തെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ യഥാർത്ഥമായ സമാധാനം, യഥാർത്ഥമായ സന്തോഷം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അസുഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് എന്തായിരുന്നു യഥാർത്ഥമായി ഒരു പേരിനുള്ള ഒരു ക്രിസ്തീയ ജീവിതം അല്ലാതെ ഞങ്ങൾക്ക് യഥാർത്ഥമായി യേശു ആരാണെന്ന്, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താ വ്യത്യാസം വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞങ്ങളിങ്ങനെ തങ്കുബ്രദറിൻ്റെ മെസ്സേജ് ഇങ്ങനെ TV കേൾക്കാനിടയായി. അന്ന് ആ നിമിഷം തൊട്ട് എന്നും യേശു യഥാർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉരുവായോ അന്ന് തൊട്ട് ഞങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കുമ്പം ഞങ്ങളെ ഉയർത്തിയ കർത്താവ് മാനിച്ചു. ഞങ്ങളുടെ നാട്ടുകാർ കാണുന്ന പോലെ, അസൂയപ്പെടുന്ന പോലെ കർത്താവ് ഉയർത്തി ഞങ്ങളെ മാനിച്ചു. ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന സാധനം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എത്രമാത്രം ഞങ്ങളെ ഉയർത്തിയെന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്താൽ അവൻ നിറച്ചു, സമാധാനത്താൽ അവൻ നിറച്ചു, മേൽക്കുന്ന അനുഗ്രഹങ്ങളാൽ അവൻ നിറച്ചു. യഥാർത്ഥത്തിൽ യേശു ആരാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ബ്രദറിനാണെങ്കിൽ ഞങ്ങൾക്ക് കുടുംബമായി യേശുവിന് വേണ്ടി നിൽക്കുവാനുള്ള അവസരം കർത്താവ് തന്നു. അത് ഞങ്ങൾ എന്നും ഞങ്ങൾ കർത്താവായിട്ട് എന്നും പറ്റുചേർന്ന് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ഏറ്റവും വലിയ സമ്പത്ത്. ഇതിലെല്ലാം ഉപരി യേശു ഏറ്റവും വലുത്. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ ലജ്ജിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ മാനിച്ച് അവൻ നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. എന്തായാലും നമ്മുടെ ആഗ്രഹം അത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ആരും കൈവിടിഞ്ഞാലും ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും യേശു നമ്മളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അത് യേശുവിൻ്റെ വാഗ്ദത്തം. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല, കുറച്ച് ആൾക്കാരെ കൂട്ടാൻ വന്നതുമല്ല. കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി വന്നത്. കർത്താവ് സ്നേഹ കൊതിയനാണ് നമ്മുടെ യേശുവിൻ്റെ കൈകളിൽ നിങ്ങൾ ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ പണിയും, അവൻ നമ്മളെ ഏറ്റവും ബെസ്റ്റാക്കി തീർക്കും. എന്തിന് നമ്മൾ പോയി തീർന്നാലും അവിടെ നമ്മൾ ഉയരും മേൽക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. കാരണം കർത്താവ് വിശ്വസ്തന, അന്ത്യത്തോളം നമ്മൾ ഒപ്പം ഉണ്ടാകാമെന്ന് യേശു നമുക്ക് വാഗ്ദത്തം തന്നിട്ടുള്ള അവൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും.